السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. മുഅത്ത യുദ്ധത്തെക്കുറിച്ചായിരുന്നു പ്രതിപാദിച്ചു കൊണ്ടിരുന്നത്. ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അബ്ദുല്ല ബിൻ റവാഹയെ യുദ്ധത്തിനായി യാത്രയാക്കിയപ്പോൾ അബ്ദുല്ല പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ കൽപ്പനയായി ഓർമ്മ വെക്കേണ്ട ചില കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാലും. അവിടുന്ന് പറഞ്ഞു, അല്പം മാത്രം സുജൂദ് ചെയ്യപ്പെടുന്ന പട്ടണത്തിലായിരിക്കും നാളെ നിങ്ങൾ എത്തുക. അവിടെ നിങ്ങൾ ധാരാളമായി സുജൂദ് ചെയ്യുക. മഹത്തായ ഒരു ഉപദേശമാണിത്. ഇക്കാലത്ത് നാം നിവസിക്കുന്ന രാജ്യങ്ങളുടെ അവസ്ഥയും ഇതുതന്നെയാണ്. ജനങ്ങൾ അള്ളാഹുവിനെ വിസ്മരിച്ചിരിക്കുകയാണ്. ഇക്കാലത്ത് അഹമ്മദികൾ ആരാധനകളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുകയാണ് വേണ്ടത്. അദ്ദേഹം വീണ്ടും ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഇനിയും ഉപദേശം നൽകിയാലും. അവിടുന്ന് അരുളി, അള്ളാഹുവിൻ്റെ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുക. നീ ആഗ്രഹിക്കുന്ന ഏത് കാര്യത്തിലും ഇത് നിനക്ക് സഹായകമായി വർത്തിക്കും. സിക്ര ഇലാഹി, ദൈവസ്മരണ വളരെ അനിവാര്യമായ സംഗതിയാണ്. പോകാനൊരുങ്ങിയ അബ്ദുല്ല തിരിച്ചു വന്ന് വീണ്ടും ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, അള്ളാഹു വിത്തറാകുന്നു, വിത്തർ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അവിടുന്ന് പറഞ്ഞു, ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണോ ഇബ്നു റവാ? ഇനി മതിയാക്കൂ. നിനക്ക് നിരാശ വരുമ്പോൾ നിങ്ങൾ 10 പേരോട് തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരാളോട് നന്മ ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിയരുത്. അതായത് ഇത്രയധികം തിന്മകൾക്ക് ശേഷം അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ നന്മ ചെയ്യുകയാണെങ്കിൽ, അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അള്ളാഹു തീർച്ചയായും പൊറുക്കുന്നവനാണ്. ആകയാൽ നന്മ ചെയ്യുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നു. അവൻ്റെ കാരുണ്യം വളരെ വിശാലമാണ്. നന്മ ചെയ്യാനും തിന്മകൾ വർജിക്കാനും കഴിവതും ശ്രമിക്കുക. എല്ലാ പ്രാവശ്യവും 10 തിന്മ ചെയ്തതിന് ശേഷം ഞാൻ ഒരു നന്മ ചെയ്തിരിക്കുന്നു എന്ന് പറയുകയല്ല വേണ്ടത്. മറിച്ച് യഥാർത്ഥമായി പശ്ചാത്തപിക്കുന്നവൻ തിന്മകൾ ചെയ്തതിന് ശേഷം തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കുകയും ദൈവാനുഗ്രഹം കരസ്ഥമാക്കുന്നവനായി തീരാൻ നന്മകൾ പ്രവർത്തിക്കുകയും ചെയ്യും. നീ ഒരു നന്മ ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞപ്പോൾ അബ്ദുല്ല പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഇനി ഞാൻ അങ്ങയോട് ഒരു ചോദ്യവും ഉന്നയിക്കുന്നതല്ല. ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമിച്ച നേതാക്കളോട് വിട പറഞ്ഞു. അബ്ദുല്ല ബിൻ റവാഹയോട് വിട പറഞ്ഞപ്പോൾ അദ്ദേഹം കരയാൻ തുടങ്ങി. സ്വഹാബാക്കൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, എനിക്ക് ഈ ലോകത്തോടോ നിങ്ങളോടോ സ്നേഹമില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അഗ്നിയെക്കുറിച്ച് പറയുന്ന ഈ ആയത്ത് ഓതുന്നത് ഞാൻ കേട്ടു. അതായത് വൈം മിൻകും ഇല്ലാ വാരിദുഹ കാന അലാ റബ്ബുക ഹത്മൻ മഖ്സിയ. അതായത് നിങ്ങളിൽ ആരും തന്നെ
അതിലിറങ്ങാതെ ഉണ്ടാവില്ല. അത് നിങ്ങളുടെ രക്ഷിതാവെങ്കിൽ നിർബന്ധമാക്കപ്പെട്ട ഒരു തീരുമാനമാണ്. അദ്ദേഹം പറഞ്ഞു, അതിൽ പ്രവേശിച്ചതിന് ശേഷം എൻ്റെ മടക്കം എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയില്ല. വരാനിരിക്കുന്ന അവസ്ഥകളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾ പറഞ്ഞു, അള്ളാഹു നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ, അവൻ തിന്മകളെ നിങ്ങളിൽ നിന്ന് അകറ്റുകയും ചെയ്യട്ടെ, നിങ്ങൾ സദ്വൃത്തരായി ഞങ്ങളിലേക്ക് വരികയും ചെയ്യട്ടെ. ഇവിടെ നൽകിയവരെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരിൽ ഈ ഭയമുണ്ടായിരുന്നു. അല്ലാത്തപക്ഷം സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയുന്നത് അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ്. ഇവിടെ ഇതിനർത്ഥം സത്യവിശ്വാസി അവിശ്വാസികളെ ഏൽപ്പിക്കുന്ന ദുരിതങ്ങൾ കാരണവും നരകത്തിൻ്റെ ഒരു പങ്ക് ഈ ലോകത്ത് അനുഭവിച്ചേക്കാം എന്നാണ്. മരണശേഷമുള്ള നരകം അവരിൽ നിന്ന് വളരെ അകലെയായിരിക്കും. സ്വഹാബികൾ ഈ കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് പറഞ്ഞത്, ഈ ലോകത്തിലെ ബുദ്ധിമുട്ടുകൾ പോലും അള്ളാഹു നിങ്ങളിൽ നിന്ന് അകറ്റുകയും നിങ്ങൾ സദ്വൃത്തരായി ഞങ്ങളിലേക്ക് വരികയും ചെയ്യട്ടെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് എഴുതിയിരിക്കുന്നു. ഹസ്രത്ത് അബ്ദുല്ല ബിൻ റവാഹ ജുമാ നമസ്കാരത്തിന് ശേഷമാണ് മദീനയിൽ നിന്ന് പോയത്. ഹസ്രത്ത് ബിൻ അബ്ബാസിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൈനിക മുന്നേറ്റത്തിൽ മൗത്തയിലേക്ക് സ്വഹാബികളെ അയച്ചു. അതിൽ ഹസ്രത്ത് അബ്ദുല്ല ബിൻ റവാഹയും ഉണ്ടായിരുന്നു. അത് ജുമാ ദിവസമായിരുന്നു. സൈനിക മുന്നേറ്റത്തിൽ പങ്കെടുത്ത മറ്റ് സഹാബികൾ പുറപ്പെട്ടു പോയി. അബ്ദുല്ല ബിൻ റവാഹ പറഞ്ഞു, ഞാൻ അല്പം കഴിഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജുമാ നമസ്കരിച്ചതിന് ശേഷം അവരോടൊപ്പം ചേരാം. പിന്നീട് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നമസ്കരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം പോകാൻ നിങ്ങളെ തടഞ്ഞതെന്താണ്? അദ്ദേഹം പറഞ്ഞു, അങ്ങയോടൊപ്പം ജുമാ നമസ്കരിച്ചതിന് ശേഷം അവരോടൊപ്പം ചേരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾ ചെലവഴിച്ചാലും സൈനിക മുന്നേറ്റത്തിന് പോയവരുടെ മഹത്വം പ്രാപിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അതായത്, ഞാൻ ദൗത്യസേന അയച്ചപ്പോൾ നിങ്ങൾ ജുമ നമസ്കരിക്കാമെന്ന് പറയാതെ ഉടൻ തന്നെ പുറപ്പെടുകയായിരുന്നു വേണ്ടത്. ഖാലിദ് ബിൻ വലീദ് ആദ്യമായി മുസ്ലിങ്ങളോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്തതിനെക്കുറിച്ച് പരാമർശമുണ്ട്. ഹസ്രത്ത് ഖാലിദ് ബിൻ വലീദ് പ്രസിദ്ധനായ കുതിരപ്പടയാളിയായിരുന്നു. അദ്ദേഹവും ആ സൈന്യത്തിലെ ഒരു സാധാരണ പടയാളിയായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൈന്യത്തെ ഒരുമിച്ച് കൂട്ടിയപ്പോൾ ഹസ്രത്ത് ഖാലിദിന് ഇസ്ലാം സ്വീകരിച്ചിട്ട് 3 മാസമേ ആയിരുന്നുള്ളൂ. മുസ്ലിങ്ങൾ മദീനയിൽ നിന്ന് കുറച്ചകലെത്തിയപ്പോൾ ശത്രുക്കൾക്ക് അവരെക്കുറിച്ചുള്ള വിവരം ലഭിക്കുകയും അവർ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയും ചെയ്തു. മദീനയിലെ കപടവിശ്വാസികളും ജൂതന്മാരും മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടിയെന്നും അവർ ഷാമിലേക്ക് മാർച്ച് ചെയ്യുന്നുവെന്നുമുള്ള വാർത്ത പ്രചരിപ്പിച്ചതായി തോന്നുന്നു. പോരാട്ടത്തിന് തയ്യാറെടുത്തിരുന്ന ക്രിസ്ത്യാനികൾക്ക് തങ്ങളുടെ രക്ഷാമാർഗങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയായിരുന്നു അവർ ഇത് ചെയ്തത്. ഷറാബിൽ ബിൻ അമർ അറേബ്യൻ ഉപദ്വീപിനോട് ചേർന്നുള്ള ഷാമിൻ്റെ തെക്കൻ പ്രദേശങ്ങളിലെ റോമൻ ഗവർണറായിരുന്നു. മദീനയിലെ റോമൻ ചാരന്മാരിൽ നിന്ന് ഈ സൈന്യം മാർച്ച് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വിവരം അയാൾക്ക് ലഭിച്ചു. മുസ്ലിങ്ങൾ ഷാമിലേക്ക് മാർച്ച് ചെയ്യുകയാണെന്ന് റോമക്കാരെ അറിയിക്കാൻ അയാൾ ആളയച്ചു. പിന്നീട് റോമൻ സുഹൃത്ത് ബന്ധമുള്ള ഗോത്രങ്ങളിൽ നിന്ന് ഷാമിൻ്റെ തെക്ക് ഭാഗത്ത് സൈന്യത്തെ ശേഖരിക്കാൻ തുടങ്ങി. പിന്നീട് അന്നേരം അയാൾ തന്നെ തൻ്റെ സഹോദരനെയും കുറച്ച് ആളുകളെയും മുൻനിര സൈന്യമായി അയച്ചു. ഇസ്ലാമിക സൈന്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. മറുവശത്ത് ഷറാബിൽ ബിൻ അംർ 100,000-ലധികം ആളുകളുടെ സൈന്യത്തെ തയ്യാറാക്കിയെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിങ്ങൾ വാദിയൽ ഖുറയിൽ എത്തിയപ്പോൾ ഷറാബിൽ തൻ്റെ സഹോദരൻ സദൂസിനെ 50 ബഹുദൈവാരാധകരോടൊപ്പം അയച്ചു. അവർ മുസ്ലിങ്ങളുമായി യുദ്ധം ചെയ്തു. സദൂസിൻ്റെ കൂട്ടാളികൾ പരാജയപ്പെടുകയും അവൻ കൊല്ലപ്പെടുകയും ചെയ്തു. മുസ്ലിങ്ങളും മുന്നേറ്റം നടത്തിക്കൊണ്ട് ഷാമിൻ്റെ ഭാഗമായ മാനിലെത്തി. ഇത് മോത്തക്ക് മുമ്പുള്ള സ്ഥലമാണ്. ഇവിടെ ശത്രുക്കൾ വലിയ തോതിൽ ഒരുമിച്ച് കൂടിയതായി സ്വഹാബാക്കൾക്ക് മനസ്സിലായി. ഹെർക്കൽ 100,000 റോമൻ സൈന്യത്തോടൊപ്പം
ബൽക്കായുടെ പ്രദേശമായ മാബിൽ വന്നിട്ടുണ്ടെന്നും വിവിധ ഗോത്രങ്ങളിൽ നിന്നുള്ള 100,000 അറബികളും അയാളോടൊപ്പം ചേർന്നിട്ടുണ്ടെന്നും അവർക്ക് വിവരം ലഭിച്ചു. അല്ലാമ സർക്കാനി പറയുന്നു, ഷറാബിൽ ഒരുമിച്ച് കൂട്ടിയ 100,000 സൈന്യം ഇതായിരിക്കാം എന്ന്. മുസ്ലിങ്ങൾ മാനിൽ 2 രാത്രി താമസിക്കുകയും ഈ വിഷയത്തിൽ ആലോചിക്കുകയും ചെയ്തു. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കത്തെഴുതി എല്ലാ വിവരങ്ങളും അറിയിക്കാമെന്ന് ചിലർ പറഞ്ഞു. അവിടുന്ന് സൈന്യത്തെ അയച്ച് ഞങ്ങളെ സഹായിക്കുകയോ ഞങ്ങൾ അനുസരിക്കേണ്ട മറ്റെന്തെങ്കിലും കൽപ്പന നൽകുകയോ ചെയ്യും എന്നവർ പറഞ്ഞു. ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ റവാഹ അവർക്ക് മുന്നോട്ട് ഗമിക്കാൻ ധൈര്യം പകർന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, അള്ളാഹുവാണ് സത്യം. എപ്പോൾ നിങ്ങൾ വെറുക്കുന്ന കാര്യം നേടാൻ വേണ്ടിയാണ് നിങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ഷഹാദത്ത് ആഗ്രഹിച്ചാണല്ലോ പുറപ്പെട്ടത്. ആളുകളുടെ എണ്ണം കൊണ്ടോ ശക്തി കൊണ്ടോ അല്ല നാം യുദ്ധം ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ യുദ്ധം ആളുകളുടെ എണ്ണം കൊണ്ടോ ശക്തി കൊണ്ടോ അല്ല, മറിച്ച് ഏതൊരു സത്യമതം കാരണം നാഥൻ നമുക്ക് ആദരവ് നൽകിയോ അതിനുവേണ്ടിയാണ് നാം പോരാടുന്നത്. മുന്നോട്ട് പോവുക, നിങ്ങൾക്ക് 2 നന്മകളിൽ ഒന്ന് ലഭിക്കും, വിജയം അല്ലെങ്കിൽ ഷഹാദത്ത്. ഈ 2 സ്ഥാനങ്ങളും മോശമല്ല. സ്വഹാബാക്കൾ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം. ഇബ്നു വറാഹ പറഞ്ഞത് സത്യം തന്നെ. സഹാബാക്കൾ മുന്നോട്ട് നീങ്ങി അവർ തുഹൂമിൽ ബൽക്കായിലെത്തിയപ്പോൾ റോമക്കാരും അറബികളും അടങ്ങിയ ഹിർക്കലിൻ്റെ സൈന്യത്തെ അവർ കണ്ടുമുട്ടി. ഇത് ബൽക്കായിലെ മുഷാരിഫ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഗ്രാമമായിരുന്നു. ശത്രുക്കൾ അടുത്തു വന്നപ്പോൾ മുസ്ലിങ്ങൾ മൂത്ത എന്ന് വിളിക്കപ്പെടുന്ന ഗ്രാമത്തിലേക്ക് പിൻവാങ്ങി. അവിടെയാണ് ഈ സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടം നടന്നത്. മുസ്ലിങ്ങൾ മുശ്രിക്കീങ്ങൾക്കെതിരെ തയ്യാറെടുത്തു. ഹസ്രത്ത് അബൂ ഹുറൈറ ഈ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം വിവരിക്കുന്നു, ശത്രുക്കൾ ഞങ്ങളോട് അടുത്തപ്പോൾ ഇത്രയധികം ആളുകളെയും ഇത്ര മികച്ച തയ്യാറെടുപ്പുകളും ആയുധങ്ങളും കുതിരകളും പട്ടുവസ്ത്രങ്ങളും സ്വർണവും ഞങ്ങൾ കണ്ടിട്ടില്ല. എൻ്റെ കണ്ണുകൾ പോലും മഞ്ഞളിച്ചു പോയി. അപ്പോൾ ഹസ്രത്ത് സാബിത്ത് ബിൻ അക്രം എന്നോട് ചോദിച്ചു, അബൂ ഹുറൈറ, നിങ്ങൾ വലിയ സൈന്യത്തെയല്ലേ കാണുന്നത്? ഞാൻ പറഞ്ഞു, അതെ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഞങ്ങളോടൊപ്പം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. ഞങ്ങൾ ആളുകളുടെ എണ്ണം കൊണ്ടല്ല വിജയിച്ചത്. ഇബ്നു ഇസ്ഹാഖ് എഴുതിയിരിക്കുന്നു, മുസ്ലിങ്ങൾ മുശ്രിക്കുകൾക്കെതിരെ തയ്യാറെടുക്കുകയും സൈന്യത്തിൻ്റെ വലത് ഇടത് ഭാഗങ്ങളിൽ മേൽനോട്ടക്കാരെ നിയമിക്കുകയും ചെയ്തു. ഹസ്രത്ത് സയ്യിദിൻ്റെ ഷഹാദത്തിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു, പിന്നീട് ആളുകൾ പരസ്പരം പോരാടി. അവർ ശക്തമായ യുദ്ധം നടത്തി. ഹസ്രത്ത് സയ്യിദ് ബിൻ ഹാരിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പതാകയുമേന്തി പോരാടി. ഒടുവിൽ കുന്തങ്ങളുടെ കുത്തേറ്റ് ഷഹാദത്ത് വരിച്ചു. പിന്നീട് ഹസ്രത്ത് ജാഫർ ഇസ്ലാമിൻ്റെ പതാകയേന്തി പോരാടി. പോരാട്ടം അദ്ദേഹത്തിന് തടസ്സമായപ്പോൾ അദ്ദേഹം തൻ്റെ കുതിരയായ ഷക്രായിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ കുതികാൽ വെട്ടിമാറ്റി പിന്നീട് പോരാടി ഷഹാദത്ത് വരിച്ചു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തൻ്റെ കുതിരയുടെ കുതികാൽ വെട്ടിമാറ്റിയ ആദ്യത്തെ മുസ്ലിം ഹസ്രത്ത് ജാഫറാണ്. ബനു മുറാ ബിൻ ഔഫ് ഗോത്രത്തിൽ നിന്നുള്ള ഒരാൾ മൂത്ത യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഹസ്രത്ത് ജാഫറിനെ ഞാൻ ഇപ്പോഴും കാണുന്നത് പോലെ തോന്നുന്നു. അദ്ദേഹം തൻ്റെ കുതിരയായ ഷക്രായിൽ നിന്നിറങ്ങി അതിൻ്റെ കുതികാൽ വെട്ടിമാറ്റി പിന്നീട് പോരാടി ഷഹാദത്ത് വരിച്ചു. ആ സമയത്ത് അദ്ദേഹം ഈ കവിത ചൊല്ലുകയായിരുന്നു, യാ ഹബദൽ ജന്നത്തു വക്തിറാബുഹ ത്വയ്യിബത്തൻ വ ബാരിദത്തൻ ഷറാബുഹ വറൂമു റൂമു കദ് ദനാ അസാബുഹ കാഫിറത്തുൻ ബൈദത്തുൻ അൻസാബുഹ അലയ്യസ്ല കൈത്തുഹ ഇസ്റാബുഹ. സ്വർഗവും അതിൻ്റെ സാമീപ്യവും എത്ര നല്ലത്, അതിൻ്റെ വെള്ളം എത്ര ശുദ്ധവും തണുത്തതുമാണ്. റോമക്കാരാണ്, അവരുടെ ശിക്ഷ അടുത്തെത്തിയിരിക്കുന്നു. അവർ അവിശ്വാസികളാണ്, അവരുടെ വംശം വളരെ അകലെയാണ്.
അവരുമായി യുദ്ധം ചെയ്യുമ്പോൾ അവരെ പ്രഹരിക്കേണ്ടത് എൻ്റെ കടമയാണ്. ഒരു റിവായത്തിൽ ഹസ്രത്ത് അബ്ദുല്ല ഹസ്രത്ത് അബു ആമിറിൽ നിന്ന് ഉദ്ധരിക്കുന്നു, ഹസ്രത്ത് ജാഫർ ആയുധങ്ങൾ ധരിച്ച് മുശ്രിക്കുകളെ ആക്രമിച്ചു. ശത്രുക്കളിൽ ലയിച്ചു പോകുമെന്ന് ഭയപ്പെട്ടപ്പോൾ അദ്ദേഹം ആയുധങ്ങൾ എറിഞ്ഞു കളഞ്ഞു. അദ്ദേഹം ശത്രുക്കളെ ആക്രമിക്കുകയും കുന്തം കൊണ്ട് പോരാടുകയും ഒടുവിൽ ഷഹാദത്ത് വരിക്കുകയും ചെയ്തു. ഇബ്നു ഹിഷാം വിവരിക്കുന്നു, അത് ജാഫർ ബിൻ അബി താലിബ് തൻ്റെ വലത് കൈയിൽ പതാക പിടിച്ചു. ആ കൈ വെട്ടിമാറ്റപ്പെട്ടു. പിന്നെ ഇടത് കൈയിൽ പതാക പിടിച്ചു, അതും വെട്ടിമാറ്റപ്പെട്ടു. ഒടുവിൽ അദ്ദേഹം തൻ്റെ കൈമുട്ടുകൾ കൊണ്ട് നെഞ്ചോട് ചേർത്തണച്ചു. അങ്ങനെ ഷഹാദത്ത് വരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് 33 വയസ്സായിരുന്നു. ഈ കൈകൾക്ക് പകരം അള്ളാഹു അദ്ദേഹത്തിന് 2 ചിറകുകൾ നൽകി. അവ കൊണ്ട് സ്വർഗത്തിൽ എവിടെ വേണമെങ്കിലും പറന്നു നടക്കുന്നു. ഒരു റോമൻ അദ്ദേഹത്തെ വെട്ടി 2ആയി പിളർത്തിയെന്നും പറയപ്പെടുന്നു. ഇമാം ബുഖാരിയും ഇമാം ബൈഹക്കിയും ഹസ്രത്ത് അബ്ദുല്ല ബിൻ ഉമറിൽ നിന്ന് നിവേദനം ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. ഞങ്ങൾ ഹസ്രത്ത് ജാഫറിനെ തിരഞ്ഞു. ശുഹദാക്കളുടെ കൂട്ടത്തിലാണ് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടെത്തിയത്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ 60-ലധികം കുന്തങ്ങളുടെയും അമ്പുകളുടെയും മുറിവുകൾ ഞങ്ങൾ കണ്ടു. മറ്റൊരു നിവേദനത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കുന്തത്തിൻ്റെയും വാളിൻ്റെയും 50 മുറിവുകൾ എണ്ണി. അവയൊന്നും അദ്ദേഹത്തിൻ്റെ പിൻഭാഗത്തായിരുന്നില്ല, എല്ലാം മുൻവശത്തായിരുന്നു. ഹസ്രത്ത് ജാഫർ ഷഹീദായപ്പോൾ ഇസ്ലാമിൻ്റെ പതാക ഹസ്രത്ത് അബ്ദുല്ല ബിൻ റവാഹ ഏറ്റെടുത്തു. അദ്ദേഹം തൻ്റെ കുതിരപ്പുറത്ത് മുന്നോട്ട് പോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നേരത്തെ ഹസ്രത്ത് ജാഫറിനെ കുറിച്ച് വിവരിച്ചത് ഓർക്കുക. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സംശയം ഉടലെടുത്തു. ഹസ്രത്ത് ജാഫറിന് ശേഷം അത് അബ്ദുല്ല ബിൻ റവാഹ കമാൻഡറായി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ചെറിയ ഭയം ഉടലെടുത്തു. അപ്പോൾ അദ്ദേഹം ഈ കവിത ചൊല്ലി. അതിൻ്റെ തർജ്ജമ ഇപ്രകാരമാണ്: ഓ എൻ്റെ മനസ്സ്, ഞാൻ സത്യം ചെയ്തിരിക്കുന്നു, നീ തീർച്ചയായും യുദ്ധക്കളത്തിലിറങ്ങും, സന്തോഷത്തോടെ ഇറങ്ങും, അല്ലെങ്കിൽ നിർബന്ധിതനാകും. ആളുകൾ ഒരുമിച്ച് കൂടി വില്ലുകൾ ഞാൻ വലിച്ചാൽ നിനക്ക് സ്വർഗം ഇഷ്ടമല്ലെന്ന് ഞാൻ കാണുന്നു. വലിയ സംശയം നിനക്കുണ്ടായിരുന്നു. പിന്നീട് കവിതയിൽ തന്നെ അദ്ദേഹം പറഞ്ഞു, നീ ദീർഘകാലമായി ഇതിൽ സംതൃപ്തനായിരുന്നു. നീ പഴയ തോൽക്കുടത്തിൽ നിന്ന് ഇറ്റുന്ന ഒരു തുള്ളിയാണ്. എന്തായാലും ഇത് വായിച്ചതിന് ശേഷം അദ്ദേഹം തൻ്റെ കുതിരപ്പുറത്ത് നിന്നിറങ്ങി. അപ്പോൾ ഹസ്രത്ത് ഇബ്നു ഉമർ ഒരു എല്ലുള്ള മാംസവുമായി വന്നു പറഞ്ഞു, ഇതുകൊണ്ട് നിന്റെ നടുഭാഗം ബലപ്പെടുത്തുക. മാംസം കഴിക്കുന്നതിലൂടെ കുറച്ച് ശക്തി ലഭിക്കട്ടെ. അത് വറുത്തതായിരുന്നു. ആ ദിവസങ്ങളിൽ അദ്ദേഹം ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ അഭിമുഖീകരിച്ചു. അദ്ദേഹം ആ എല്ലുള്ള മാംസം എടുത്ത് കുറച്ചു ഭാഗം മുറിച്ചു. അപ്പോൾ ആളുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന ശബ്ദം കേട്ടു. യുദ്ധം ആരംഭിച്ചെന്നും വാളുകൾ വീശുന്നുവെന്നും അദ്ദേഹം ശബ്ദം കേട്ടു. അപ്പോൾ അദ്ദേഹം തൻ്റെ മനസ്സിനോട് പറഞ്ഞു, നീ ഇപ്പോഴും ലോകത്തിലാണോ? ആ എല്ല് തൻ്റെ കയ്യിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു. മാംസം കഴിക്കുന്നതിൽ മുഴുകിയിരിക്കുകയാണോ? ആളുകൾ വാളുകൊണ്ട് പോരാടുകയാണ്. ഉടൻ തന്നെ അദ്ദേഹം അത് എറിഞ്ഞു കളഞ്ഞ് തൻ്റെ വാൾ ഊരിയെടുത്തു. മുന്നോട്ട് പോയി പോരാട്ടം തുടങ്ങി. ഒടുവിൽ ഷഹാദത്ത് വരിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പതാക വീണു. മുസ്ലിങ്ങളും മുശ്രിക്കുകളും പരസ്പരം ഏറ്റുമുട്ടി. ചില ആളുകൾ പിന്തിരിഞ്ഞുപോയി. അപ്പോൾ ഉത്ബ ബിൻ ആമിർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ, പിന്തിരിഞ്ഞ് പോരാടുന്നതിനേക്കാൾ നല്ലത് മുന്നോട്ട് പോയി പോരാടുന്നതാണ്. അദ്ദേഹം അവരെ ആവേശം കൊള്ളിച്ചു. ഒരു നിവേദനം അനുസരിച്ച് ഹസ്രത്ത് സയ്യിദ്, ജാഫർ, അബ്ദുല്ല റളിയല്ലാഹു അൻഹും എന്നിവരെ ഒരേ ഖബറിൽ അടക്കം ചെയ്തു. ഹസ്രത്ത് അബു ആമിർ വിവരിക്കുന്നു, ഹസ്രത്ത് അബ്ദുല്ല ബിൻ റവാഹ ഷഹീദായപ്പോൾ മുസ്ലിങ്ങൾക്ക് കടുത്ത പരാജയം സംഭവിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ രണ്ടുപേരെ ഒരുമിച്ച് കണ്ടിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു. അവർ പൂർണ്ണമായും ചിതറിപ്പോയിരുന്നു. ഒരു അൻസാരി വ്യക്തി പതാക ഉയർത്തി. അദ്ദേഹം ഓടി വന്ന ആളുകളുടെ മുന്നിൽ പതാക കുത്തി നിർത്തി. എന്നിട്ട് പറഞ്ഞു, ജനങ്ങളെ, എൻ്റെ അടുത്തേക്ക് വരൂ. ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടി. പതാക വന്നപ്പോൾ മുസ്ലിങ്ങൾ വീണ്ടും ഒരുമിക്കാൻ തുടങ്ങി. അവരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ഹസ്രത്ത് ഖാലിദ് ബിൻ വലീദിൻ്റെ അടുത്ത് പോയി. ഹസ്രത്ത് ഖാലിദ് ആ അൻസാരിയോട് പറഞ്ഞു, ഞാനിത് നിങ്ങളിൽ നിന്ന് എടുക്കില്ല, നിങ്ങളാണ് ഇതിന് കൂടുതൽ അർഹൻ. ആ അൻസാരി പറഞ്ഞു, അള്ളാഹു ആണ് സത്യം, ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയാണ് പിടിച്ചിരിക്കുന്നത്. ഞാൻ പിടിച്ചത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയാണ്. എന്തായാലും ഹസ്രത്ത് ഖാലിദിൻ്റെ നേതൃത്വം
മുശ്രിക്കുകളെ പരാജയപ്പെടുത്തുകയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയം ലഭിച്ചത് അറിയിക്കുകയും ചെയ്തതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. എഴുതിയിരിക്കുന്നു, ഹസ്രത്ത് അബൂ യൂസുർ അൻസാരി വിവരിക്കുന്നു, ഹസ്രത്ത് അബ്ദുല്ലാ ബിൻ റവാഹ ഷഹാദത്ത് വരിച്ചപ്പോൾ ഞാൻ ഇസ്ലാമിൻ്റെ പതാക ഹസ്രത്ത് സാദ് ബിൻ അക്രമിന് നൽകി. ഹസ്രത്ത് സാബിത്ത് ഹസ്രത്ത് ഖാലിദ് ബിൻ വലീദിനോട് പറഞ്ഞു, നിങ്ങളാണ് എന്നേക്കാൾ യുദ്ധതന്ത്രങ്ങൾ കൂടുതൽ അറിയുന്നത്. അങ്ങനെ അദ്ദേഹം പതാക ഹസ്രത്ത് ഖാലിദ് ബിൻ വലീദിന് നൽകി. ഇബ്നു ഇസ്ഹാഖ് പറയുന്നു, ഹസ്രത്ത് ഖാലിദ് ബിൻ വലീദ് പതാക ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം ആളുകൾക്ക് പ്രതിരോധം ഒരുക്കുകയും അവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം തൻ്റെ സൈന്യത്തെ ഒരു വശത്തേക്ക് മാറ്റി. ശത്രുക്കൾ അവരിൽ നിന്ന് പിൻവാങ്ങി. അദ്ദേഹം ആളുകളെ രക്ഷപ്പെടുത്തി തിരികെ കൊണ്ടുവന്നു. ഇബ്നു ഇസ്ഹാഖിൻ്റെ അഭിപ്രായത്തിൽ ഈ പിൻവാങ്ങൽ യഥാർത്ഥത്തിൽ റോമക്കാരെ ഒഴിവാക്കാനായിരുന്നു. കാരണം അക്കാലത്ത് 2000-ലധികം മുസ്ലിങ്ങൾ റോമൻ സൈന്യത്തിൽ ലയിച്ചിരുന്നു. അതായത് അവർ തികച്ചും പരസ്പരം കെട്ടിമറിഞ്ഞിരുന്നു. അതേസമയം മുസ്ലിങ്ങളുടെ മൊത്തം എണ്ണം 3000 മാത്രമായിരുന്നു. ഈ സാഹചര്യത്തിൽ ഈ സൈനിക മുന്നേറ്റം വിജയവും സഹായവും ലഭിച്ച ഒന്നായി വിശേഷിപ്പിക്കപ്പെട്ടു. കാരണം ശത്രുക്കൾ മുസ്ലിങ്ങളെ വളഞ്ഞിരുന്നു. അവർ അവരെ ആക്രമിക്കാൻ ഒരുമിച്ച് കൂടിയിരുന്നു. സാധാരണയായി അത്തരം സാഹചര്യങ്ങളെല്ലാം മുസ്ലിങ്ങളും ഷഹീദാകാൻ സാധ്യതയുണ്ടായിരുന്നു. സാധ്യത അപ്രകാരമായിരുന്നുവെങ്കിലും അള്ളാഹു നിങ്ങൾക്ക് വിജയം നൽകുന്നത് വരെ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിരുന്നു അത്. അതിനർത്ഥം നിങ്ങൾ രക്ഷപ്പെടുമെന്ന് മാത്രമായിരുന്നു. വിജയത്തിന് പല വ്യത്യസ്ത വശങ്ങളുണ്ട്. മിക്ക ജീവചരിത്രകാരന്മാരും എഴുതുന്നു, ഹസ്രത്ത് ഖാലിദും അദ്ദേഹത്തിൻ്റെ അനുയായികളും ശത്രുക്കളുമായി പോരാടി ഒടുവിൽ അവരെ പരാജയപ്പെടുത്തി. ഹസ്രത്ത് അബൂ ആമിർ വിവരിച്ചു, ഹസ്രത്ത് ഖാലിദ് പതാക ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം ശത്രുക്കളെ ആക്രമിച്ചു. അള്ളാഹു ശത്രുക്കളെ കഠിനമായി പരാജയപ്പെടുത്തി. അത്തരമൊരു പരാജയം ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. മുസ്ലിങ്ങൾ അവർ ആഗ്രഹിച്ചതുപോലെ അവരെ കൊലപ്പെടുത്തി. ഇതും ഒരു റിപ്പോർട്ടാണ്. ഹസ്രത്ത് ഖാലിദിൻ്റെ തന്ത്രത്തെക്കുറിച്ചുള്ള മറ്റൊരു റിപ്പോർട്ടുമുണ്ട്. ഹസ്രത്ത് ഖാലിദിൻ്റെ യുദ്ധതന്ത്രത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. ഹസ്രത്ത് ഖാലിദ് മൊത്തയിൽ സൈന്യത്തെ പുനഃസംഘടിപ്പിക്കുകയും കുതിരപ്പടയാളികളുടെ ഒരു സംഘത്തെ തിരഞ്ഞെടുക്കുകയും രാത്രിയിൽ രഹസ്യമായി തെക്കുഭാഗത്തുള്ള അറേബ്യൻ ഉപദ്വീപിലേക്ക് ഇസ്ലാമിക സൈന്യത്തിന് പിന്നിലായി റോമക്കാർ കാണാത്തൊരിടത്ത് താവളം ഉറപ്പിക്കാൻ അവരോട് കൽപ്പിക്കുകയും ചെയ്തു. ഹസ്രത്ത് ഖാലിദ് അവരോട് പല സംഘങ്ങളായി തിരിഞ്ഞ് ഇസ്ലാമിക സൈന്യത്തിന് പിന്നിൽ നിന്ന് മൊത്തയിലേക്ക് വരാനും വളരെ ഉച്ചത്തിൽ തെക്കുബീറുകൾ മുഴക്കാനും പൊടി നിറഞ്ഞ സ്ഥലങ്ങളിൽ കുതിരകളെ ഓടിക്കാനും കൽപ്പിച്ചു. അങ്ങനെ ധാരാളം പൊടിപടലങ്ങൾ ഉയരും. ഈ കാര്യങ്ങളിലൂടെ ഹസ്രത്ത് ഖാലിദ് ലക്ഷ്യമിട്ടത് മുസ്ലിങ്ങളെ സഹായിക്കാൻ കൂടുതൽ സൈന്യം വരുന്നുണ്ടെന്ന് ശത്രുക്കൾ മനസ്സിലാക്കണമെന്നായിരുന്നു. ഹസ്രത്ത് ഇബ്നു ഉമർ വിവരിക്കുന്നു, ഹസ്രത്ത് ഖാലിദ് സൈന്യത്തെ പുനഃസംഘടിപ്പിക്കുമ്പോൾ സൈന്യത്തിൻ്റെ മുൻനിരയെ പിന്നിലേക്കും പിൻനിരയെ മുന്നിലേക്കും മാറ്റി. അതുപോലെ വലതുഭാഗത്തെ ഇടത്തേക്കും ഇടതുഭാഗത്തെ വലത്തേക്കും മാറ്റുകയുണ്ടായി. ഇത് കണ്ട ശത്രുക്കൾ അത്ഭുതപ്പെട്ടു. മുസ്ലിങ്ങൾക്ക് സഹായം ലഭിച്ചു എന്ന് അവർ കരുതി. വ്യത്യസ്ത ആളുകൾ മുന്നോട്ട് വന്നിരിക്കുകയാണല്ലോ എന്ന് അവർ ഭയപ്പെടുകയുണ്ടായി. അങ്ങനെ അവർ പരാജയപ്പെടുകയും ചെയ്തു. ഹസ്രത്ത് അനസിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് സെയ്ദ്, ഹസ്രത്ത് ജാഫർ, ഹസ്രത്ത് ഇബ്നു റവാഹ് എന്നിവരുടെ ഷഹാദത്ത് ആളുകളെ അറിയിച്ചു. ആളുകൾക്ക് അവിടെ യാതൊരു വിവരവും ലഭിക്കുന്നതിന് മുമ്പ് അവിടുന്ന് പറഞ്ഞു, സെയ്ദ് പതാകയെടുത്തു, അങ്ങനെ അദ്ദേഹം ഷഹീദായി. പിന്നീട് ജാഫർ എടുത്തു, അദ്ദേഹവും ഷഹീദായി. പിന്നീട് ഇബ്നു റവാഹ് എടുത്തു, അദ്ദേഹവും ഷഹീദായി. അവിടുത്തെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. അവിടുന്ന് പറഞ്ഞു, അങ്ങനെ അള്ളാഹുവിൻ്റെ വാളുകളിൽ നിന്നുള്ളൊരു വാൾ പതാക ഏറ്റെടുക്കുകയുണ്ടായി. അങ്ങനെ അള്ളാഹു അവർക്ക് വിജയം നൽകി. ഇത് ബുഖാരിയുടെ നിവേദനമാണ്. ഹസ്രത്ത് അബൂ ഖത്താദ പറയുന്നു, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുഗ്രഹീതമായ വിരൽ ഉയർത്തിപ്പറഞ്ഞു, അള്ളാഹുവേ, ഇത് നിൻ്റെ വാളുകളിൽ നിന്നുള്ള ഒരു വാളാണ്, അതിനാൽ നീ ഇതിനെ സഹായിക്കണമേ. അന്നു മുതൽ ഹസ്രത്ത് ഖാലിദ് ഇബ്നു വലീദിനെ സൈഫുല്ല എന്ന് വിളിക്കപ്പെടാൻ തുടങ്ങി, അതായത് അള്ളാഹുവിൻ്റെ വാൾ. ഒരു നിവേദനം അനുസരിച്ച് ഈ യുദ്ധം 7 ദിവസം നീണ്ടു നിന്നു. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ഇതിനെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്ന് ക്രൈസ്തവതയെ നേരിടാൻ പുറപ്പെട്ട ആദ്യത്തെ സൈന്യമായിരുന്നു ഇത്. ഈ സൈന്യം പേർഷ്യയുടെ അതിർത്തിയിലെത്തിയപ്പോൾ കൈസറും ഇങ്ങോട്ട് വരുന്നുണ്ടെന്നും 1,00,000 റോമൻ സൈനികരും ഏകദേശം 1,00,000-ഓളം അറബ് ക്രൈസ്തവ ഗോത്രങ്ങളിലെ സൈനികരും അദ്ദേഹത്തോടൊപ്പമുണ്ടെന്നും അവർക്ക് മനസ്സിലായി. അപ്പോൾ മുസ്ലിങ്ങൾ വഴിയിൽ തങ്ങാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവരമറിയിക്കാനും ആഗ്രഹിച്ചു. അവിടുന്ന് കൂടുതൽ സഹായം അയക്കണമെങ്കിൽ അയക്കട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും കൽപ്പന നൽകണമെങ്കിൽ അതിനെക്കുറിച്ചും അറിയിക്കട്ടെ എന്ന് കരുതി.
ഈ കൂടിയാലോചന നടക്കുമ്പോൾ അബ്ദുല്ല ബിൻ റവാഹ ആവേശത്തോടെ എഴുന്നേറ്റ് പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ദൈവമാർഗത്തിൽ ഷഹീദാകാൻ വേണ്ടിയാണല്ലോ പുറപ്പെട്ടത്. എന്തിനു വേണ്ടിയാണോ നിങ്ങൾ പുറപ്പെട്ടത്, അതിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ ഭയപ്പെടുന്നുവോ? ഞങ്ങളുടെ എണ്ണത്തിൻ്റെയും ശക്തിയുടെയും ആധിക്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല യുദ്ധം ചെയ്തിട്ടുള്ളത്. അള്ളാഹു തൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് അവതരിപ്പിച്ചു തന്ന ഈ ദീനിനെ സഹായിക്കാനാണ് നാം ശത്രുക്കളോട് പോരാടിയിട്ടുള്ളത്. ശത്രുക്കൾ അധികമാണെങ്കിൽ ആയിക്കൊള്ളട്ടെ, ഒടുവിൽ 2 നന്മകളിൽ ഒന്ന് നമുക്ക് ലഭിക്കും. ഒന്നുകിൽ നാം വിജയിക്കും, അല്ലെങ്കിൽ നാം ദൈവമാർഗത്തിൽ ഷഹീദാകും. ആളുകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് പറഞ്ഞു, ഇബ്നു റവാഹ പറഞ്ഞത് തികച്ചും സത്യമാണ്. ഉടൻ തന്നെ യാത്ര പുറപ്പെടാൻ കൽപ്പന നൽകി. അവർ മുന്നോട്ട് പോയപ്പോൾ റോമൻ സൈന്യം അവരെ ലക്ഷ്യമാക്കി വരുന്നത് അവർ കണ്ടു. അപ്പോൾ മുസ്ലിങ്ങൾ മുഅത്ത എന്ന സ്ഥലത്ത് തങ്ങളുടെ സൈന്യത്തെ അണിനിരത്തി യുദ്ധം ആരംഭിച്ചു. അധികം താമസിയാതെ മുസ്ലിങ്ങളുടെ കമാൻഡറായിരുന്ന സെയ്ദ് ബിൻ ഹാരിസ ഷഹീദായി. അപ്പോൾ ഇസ്ലാമിൻ്റെ സൈന്യത്തിൻ്റെ പതാക റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പിതൃ സഹോദരപുത്രനായ ജാഫർ ബിൻ അബി താലിബ് തൻ്റെ കൈകളിൽ ഏറ്റെടുത്ത് സൈന്യത്തെ നയിക്കാൻ തുടങ്ങി. ശത്രുക്കളുടെ സൈന്യം മുന്നോട്ട് കുതിക്കുകയാണെന്നും തങ്ങളുടെ എണ്ണക്കുറവ് കാരണം മുസ്ലിങ്ങൾക്ക് അവരുടെ സമ്മർദ്ദം താങ്ങാൻ കഴിയില്ലെന്നും അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹം ആവേശത്തോടെ കുതിരപ്പുറത്ത് നിന്ന് ചാടിയിറങ്ങി തൻ്റെ കുതിരയുടെ കാൽ വെട്ടി വീഴ്ത്തി. അതിൻ്റെ അർത്ഥം കുറഞ്ഞത് ഈ പോർക്കളത്തിൽ നിന്ന് ഓടിപ്പോകാൻ ഞാൻ തയ്യാറല്ല എന്നാണ്. ഓടുന്നതിനേക്കാൾ ഞാൻ മരണത്തെ ഇഷ്ടപ്പെടും. ഇതൊരു അറബി രീതിയായിരുന്നു. കുതിരയെ ഓടിക്കുന്നയാൾ അല്ലാതെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് സൈന്യത്തിൽ നാശനഷ്ടം വരുത്താതിരിക്കാനും കുതിര നശിക്കാതിരിക്കാനുമായി അവർ കുതിരയുടെ കാൽ വെട്ടിക്കളയുമായിരുന്നു. അതിനാൽ അവർ ഇറങ്ങുക മാത്രമല്ല, അതിൻ്റെ കാൽ വെട്ടിക്കളയുകയും ചെയ്യുമായിരുന്നു. കുറച്ചു നേരത്തെ പോരാട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വലതു കൈ അറ്റുവീണു. അപ്പോൾ അദ്ദേഹം ഇടത് കൈ കൊണ്ട് പതാക പിടിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഇടത് കൈയും അറ്റുവീണപ്പോൾ അദ്ദേഹം തൻ്റെ ഇരു കൈകളുടെയും ശേഷിക്കുന്ന ഭാഗങ്ങൾ കൊണ്ട് പതാകയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഷഹീദാകുന്നത് വരെ പോർക്കളത്തിൽ നിലയുറപ്പിച്ചു. പിന്നീട് അബ്ദുല്ല ബിൻ റവാഹ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം പതാക ഏറ്റെടുത്തു. അദ്ദേഹവും ശത്രുക്കളോട് പോരാടി ഷഹീദായി. അക്കാലത്ത് മുസ്ലിങ്ങൾക്ക് കൂടിയാലോചിച്ച് ഒരു നേതാവിനെ നിയമിക്കാൻ യാതൊരു അവസരവും ഉണ്ടായിരുന്നില്ല. ശത്രുക്കളുടെ സൈന്യത്തിൻ്റെ ആധിക്യം കാരണം മുസ്ലിങ്ങൾ പോർക്കളം വിട്ടുപോകാറായിരുന്ന ഘട്ടത്തിൽ ഖാലിദ് ബിൻ വലീദ് ഒരു സുഹൃത്തിൻ്റെ പ്രേരണയാൽ പതാകയെടുത്ത് വൈകുന്നേരം വരെ ശത്രുക്കളുമായി പോരാടി. പിറ്റേന്ന് ക്ഷീണിതരും മുറിവേറ്റവരുമായ തൻ്റെ സൈന്യത്തെയും കൂട്ടി ഖാലിദ് വീണ്ടും ശത്രുക്കളെ നേരിടാനിറങ്ങി. അദ്ദേഹം ഒരു തന്ത്രം പ്രയോഗിച്ചു. സൈന്യത്തിൻ്റെ മുൻനിരയെ പിൻനിരയായും പിൻനിരയെ മുൻനിരയായും വലതുഭാഗത്ത് ഇടതുഭാഗത്തും ഇടതുഭാഗത്ത് വലതുഭാഗത്തും ആക്കി മാറ്റി. കൂടുതൽ സഹായം മുസ്ലിങ്ങൾക്ക് എത്തിയെന്ന് ശത്രുക്കൾക്ക് തോന്നുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളും മുടക്കി ഏത് ശത്രുക്കളെ പിന്തിരിപ്പിച്ചു. ഖാലിദ് ഇസ്ലാമിക സൈന്യത്തെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവന്നു. ശത്രുക്കൾ സ്വയം പിൻവാങ്ങുകയായിരുന്നു. മുസ്ലിങ്ങളെ അവരെ പിന്തുടരുന്നില്ല. ഏതായാലും മുസ്ലിങ്ങൾ അവരെ ഭയപ്പെട്ടിരുന്നുമില്ല. ശത്രുക്കൾ സ്വയം പിന്തിരിഞ്ഞു പോവുകയായിരുന്നു. അള്ളാഹു താല ഈ സംഭവം അതേ ദിവസം തന്നെ വഹി മുഖേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. അവിടുന്ന് ഒരു വിളംബരം നടത്തി എല്ലാ മുസ്ലിങ്ങളെയും പള്ളിയിൽ ഒരുമിച്ച് കൂട്ടി. അവിടുന്ന് മെമ്പറിൽ കയറിയപ്പോൾ അവിടുത്തെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. അവിടുന്ന് പറഞ്ഞു, ജനങ്ങളെ, ഈ യുദ്ധത്തിന് പോയ സൈന്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ആ സൈന്യം ഇവിടെ നിന്ന് പോയി ശത്രുക്കളെ നേരിട്ടു. യുദ്ധം തുടങ്ങിയപ്പോൾ ആദ്യം സെയ്ദ് കൊല്ലപ്പെട്ടു. അതിനാൽ നിങ്ങൾ സെയ്ദിനു വേണ്ടി പ്രാർത്ഥിക്കുക. അവിടുന്ന് തുടർന്നു, പിന്നെ ജാഫർ പതാകയെടുത്ത് ശത്രുക്കളെ ആക്രമിച്ചു. ഒടുവിൽ അദ്ദേഹവും ഷഹീദായി. അതിനാൽ നിങ്ങൾ അദ്ദേഹത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുക. പിന്നീട് അബ്ദുല്ല ബിൻ റവാഹ പതാകയെടുത്ത് ധീരതയോടെ സൈന്യത്തെ നയിച്ചു. പക്ഷെ ഒടുവിൽ അദ്ദേഹവും ഷഹീദായി. അതിനാൽ നിങ്ങൾ അദ്ദേഹത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുക. പിന്നീട് ഖാലിദ് ബിൻ വലീദ് പതാകയെടുത്തു. ഞാൻ അദ്ദേഹത്തെ കമാൻഡറായി നിയമിച്ചിരുന്നില്ല, പക്ഷെ അദ്ദേഹം സ്വയം കമാൻഡറായി നിയമിതനായി. എന്നിരുന്നാലും അദ്ദേഹം അള്ളാഹുവിൻ്റെ വാളുകളിൽ നിന്നുള്ള ഒരു വാളാണ്. ഒരു സുഹൃത്തിൻ്റെ പ്രേരണയാലാണ് ഇത് സംഭവിച്ചതെന്ന് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അള്ളാഹു താലയുടെ സഹായത്താൽ അദ്ദേഹം ഇസ്ലാമിക സൈന്യത്തെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവന്നു. തിരുമേനിയുടെ ഈ പ്രസംഗം കാരണം ഖാലിദിൻ്റെ പേര് മുസ്ലിങ്ങൾക്കിടയിൽ സൈഫുല്ല, അതായത് അള്ളാഹുവിൻ്റെ വാൾ എന്ന് പ്രസിദ്ധമായി. ഖാലിദ് അവസാനം ഇസ്ലാം സ്വീകരിച്ചതിനാൽ ചില സഹാബികൾ തമാശയായോ വഴക്കിൻ്റെ സമയത്തോ അദ്ദേഹത്തെ പരിഹസിക്കാറുണ്ടായിരുന്നു.
ഒരിക്കൽ ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ ഹസ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫുമായി അദ്ദേഹത്തിന് തർക്കമുണ്ടായി. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖാലിദിനെ കുറിച്ച് പരാതിപ്പെട്ടു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഖാലിദ്, ബദർ മുതൽ ഇസ്ലാമിന് സേവനം ചെയ്യുന്ന ഈ വ്യക്തിയെ നീ എന്തിനാണ് വേദനിപ്പിക്കുന്നത്? ഉഹുദ് മലയോളം സ്വർണം നീ ചെലവഴിച്ചാൽ പോലും അദ്ദേഹത്തിന് അള്ളാഹുവിന് നിന്ന് ലഭിക്കുന്ന പ്രതിഫലത്തിന് തുല്യമാകില്ല. അപ്പോൾ ഖാലിദ് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഇവർ എന്നെ പരിഹസിക്കുന്നു. അപ്പോൾ ഞാനും മറുപടി നൽകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഖാലിദിനെ വേദനിപ്പിക്കരുത്. അവിടുന്ന് ഖാലിദിനെയും ആശ്വസിപ്പിച്ചു. അദ്ദേഹം അള്ളാഹുവിൻ്റെ വാളുകളിൽ നിന്നുള്ള ഒരു വാളാണ്. അള്ളാഹു കാഫിറുകളുടെ നാശത്തിനു വേണ്ടി ഊരിയെടുത്ത വാൾ. ഈ പ്രവചനം ഏതായാലും ഏതാനും വർഷങ്ങൾക്ക് ശേഷം പുലരുകയുണ്ടായി. ഖാലിദ് തൻ്റെ സൈന്യത്തെ തിരികെ കൊണ്ടുവന്നപ്പോൾ കൂടെ പോകാത്ത മദീനയിലെ സ്വഹാബികൾ അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ ഭീരുക്കൾ എന്ന് വിളിക്കാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥം നിങ്ങൾ അവിടെ പോരാടി മരിക്കേണ്ടതായിരുന്നു, തിരികെ വരേണ്ടിയിരുന്നില്ല എന്നായിരുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവർ ഭീരുക്കളല്ല, മറിച്ച് പലതവണ തിരികെ വന്ന് ശത്രുക്കൾ ആക്രമിക്കുന്ന സൈനികരാണ്. അങ്ങനെ പേർഷ്യയുമായി മുസ്ലിങ്ങൾക്ക് വരാനിരുന്ന ഭാവിയിലെ യുദ്ധങ്ങളെക്കുറിച്ച് അവിടുന്ന് പ്രവചിച്ചു. മാത്രമല്ല ഖാലിദ് ബിൻ വലീദ് തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. പതാകയുടെ ആദരവിനെക്കുറിച്ച് സൂചിപ്പിക്കവേ ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ഒരവസരത്തിൽ ഇപ്രകാരം പറഞ്ഞു, രാഷ്ട്രങ്ങളിൽ പതാകയ്ക്ക് വലിയ ആദരവ് നൽകപ്പെടുന്നു. ചിലപ്പോൾ ശത്രുക്കളിൽ നിന്ന് അവരുടെ പതാക പിടിച്ചെടുക്കാൻ വലിയ ത്യാഗങ്ങൾ വരിക്കാറുണ്ട്. ചിലപ്പോൾ സ്വന്തം പതാക സംരക്ഷിക്കാൻ വലിയ ത്യാഗങ്ങൾ ചെയ്യപ്പെടുന്നു. ഇത് ശിർക്കല്ല. ഒരു പിതാവിൻ്റെ മുന്നിൽ അവൻ്റെ മകൻ മുകളിലിരിക്കുന്നത് എല്ലാവരും തെറ്റായി കാണുന്നത് പോലെയാണത്. കാരണം അത്തരമൊരു പ്രവൃത്തി ആലങ്കാരിക ഭാഷയിൽ പിതാവിനെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ ഒരു രാഷ്ട്രത്തിൻ്റെ പതാക നഷ്ടപ്പെടുന്നത് ആലങ്കാരിക ഭാഷയിൽ അവരുടെ അഭിമാനവും അന്തസ്സും തകരുന്നതിന് തുല്യമായതിനാൽ രാഷ്ട്രങ്ങൾ തങ്ങളുടെ ജീവൻ ത്യജിച്ചാലും തങ്ങളുടെ പതാക ശത്രുക്കളുടെ കൈകളിൽ പോകുന്നത് സഹിക്കുകയില്ല. അതിനാലാണ് അഹമ്മദിയ പതാകയുടെ കാര്യത്തിൽ പതാക സംരക്ഷണത്തിന് ഖുദാമുൽ അഹമ്മദിയ ഖാദിമുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും അവിടുന്ന് എഴുതുന്നു, ഒരു രാഷ്ട്രത്തിലെ വ്യക്തികളുടെ ഹൃദയങ്ങളിൽ അവരുടെ പതാകയുടെ മഹത്വം സ്ഥാപിക്കപ്പെടുമ്പോൾ സ്വന്തം പതാക സംരക്ഷിക്കാൻ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നാൽ പോലും ഒരു മടിയും കൂടാതെ ജീവൻ ബലിയർപ്പിക്കാൻ അവരെ തയ്യാറാക്കുന്നു. കാരണം അപ്പോൾ അത് വെറും ഒരു കഷ്ണം മരത്തിൻ്റെയോ തുണിയുടെയോ കാര്യമല്ല, മറിച്ച് ആലങ്കാരിക ഭാഷയിൽ ഒരു പതാകയുടെ രൂപത്തിൽ അവിടെ മുന്നിൽ നിലകൊള്ളുന്ന രാഷ്ട്രത്തിൻ്റെ അന്തസ്സിൻ്റെ കാര്യമാണ്. അവിടെ എഴുതിയിരിക്കുന്നു, മുമ്പും പലതവണ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. സഹാബാക്കളിലും ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു യുദ്ധത്തിൽ ഒരു മുസ്ലിം ഓഫീസറുടെ കൈവശം ഇസ്ലാമിൻ്റെ പതാക ഉണ്ടായിരുന്നു. അവർ മനോഹരമായ പതാകകൾ ഉണ്ടാക്കിയിരുന്നില്ല, മറിച്ച് ഒരു സാധാരണ മരത്തടിയിൽ കറുത്ത തുണി കെട്ടുകയായിരുന്നു പതിവ്. എന്നാൽ അത് കറുത്ത തുണിയോ പതാകയുടെ നിസ്സാര മരക്കഷ്ണമോ ആകട്ടെ, അന്നേരം രാജ്യത്തിൻ്റെ അന്തസ്സാണ് പ്രധാന വിഷയം. പതാക വിലപിടിപ്പുള്ളതാണോ നിസ്സാരമാണോ എന്നല്ല നോക്കിയിരുന്നത്, മറിച്ച് ആ പതാക സംരക്ഷിക്കപ്പെടുന്നതിലാണ് രാഷ്ട്രത്തിൻ്റെ അന്തസ്സ് എന്ന് മാത്രമേ അവർ പരിഗണിച്ചിരുന്നുള്ളൂ. ഏതായാലും ഈ യുദ്ധത്തിൽ ക്രിസ്ത്യാനികൾക്കെതിരെയായിരുന്നു യുദ്ധം നടന്നുകൊണ്ടിരുന്നത്. അവർ മുസ്ലിങ്ങളുടെ പതാക ഉണ്ടായിരുന്ന സ്ഥലത്ത് പ്രത്യേകം ആക്രമണം നടത്തുകയുണ്ടായി. ഹസ്രത്ത് ജാഫറിൻ്റെ കൈവശമായിരുന്നു ഈ പതാക. ഇത് മുഅത്ത യുദ്ധമായിരുന്നു. അവർ ആക്രമിച്ചപ്പോൾ ഹസ്രത്ത് ജാഫറിൻ്റെ ഒരു കൈ വെട്ടേറ്റു വീണു. ഉടൻ തന്നെ അദ്ദേഹം ആ പതാക മറ്റേ കൈകളിലേക്ക് മാറ്റിപ്പിടിച്ചു. പതാക താഴ്ന്നിട്ടില്ലെന്ന് ശത്രുക്കൾ കണ്ടപ്പോൾ അവർ വീണ്ടും ആക്രമിച്ചു. അതിൻ്റെ ഫലമായി അദ്ദേഹം പതാക പിടിച്ചിരുന്ന മറ്റേ കൈയും വെട്ടേറ്റു വീണു. ഉടൻ തന്നെ അദ്ദേഹം 2 കാൽമുട്ടുകൾ കൊണ്ട് പതാക പിടിച്ചു. ഇതും ഹദീസിൽ വന്നിട്ടുണ്ട്. കാൽമുട്ടുകൾ കൊണ്ട് കൂടുതൽ നേരം പതാക പിടിക്കാൻ കഴിയില്ലെന്ന് വന്നപ്പോൾ ഏതെങ്കിലും മുസ്ലിം മുന്നോട്ട് വന്ന് ഈ പതാക പിടിക്കൂ എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മുസ്ലിങ്ങളെ, ഇസ്ലാമിൻ്റെ പതാക താഴ്ന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതാകട്ടെ തുണിയുടെയോ സാധാരണ മരത്തടിയുടെയോ പതാകയായിരുന്നു. പക്ഷെ അവർ അതിന് ഇസ്ലാമിൻ്റെ പതാക എന്ന് പേരിട്ടു. അത് മരത്തിൻ്റേതാണെങ്കിലും സാധാരണ തുണിയുടേതാണെങ്കിലും എന്തായാലും അത് ഇസ്ലാമിൻ്റെ പതാകയാണ്. അതിനാൽ അത് സംരക്ഷിക്കേണ്ടത് അത്യാവശ്യവുമാണ്. അങ്ങനെ മറ്റൊരു ഓഫീസർ മുന്നോട്ട് വന്ന് ആ പതാക പിടിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം സ്വന്തം അഭിപ്രായം പറയുകയാണ്. അത് ഹസ്രത്ത് ഖാലിദ് ബിൻ വലീദ് ആയിരുന്നു. ഖാലിദ് ബിൻ വലീദ് ആയിരുന്നില്ല, മറ്റൊരാളാണ് പിടിച്ചത്. പിന്നീട് അത് ഖാലിദ് ബിൻ വലീദിന് നൽകുകയായിരുന്നു. ഖാലിദ് ബിൻ വലീദാണ് ആ പതാക പിടിച്ചത്. അപ്പോൾ നോക്കൂ, ഒരു തുണി കൊണ്ടുള്ള വസ്തു
സാധാരണ മരത്തിൻ്റെ വസ്തുവാണ്. ഇസ്ലാമിൻ്റെ ദൃഷ്ടിയിൽ ഈ തുണിക്കോ മരത്തിനോ പ്രത്യേക പ്രാധാന്യമൊന്നുമില്ല. എന്നാൽ ദേശീയാഭിമാനത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇസ്ലാം അതിനെ എതിർക്കുന്നില്ല. അവർ പറഞ്ഞു, ഇത് ഇസ്ലാമിൻ്റെ പതാകയാണ്, ഇത് വീണു പോകാതെ ശ്രദ്ധിക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവരുടെ ഈ പറഞ്ഞതിനോട് അപ്രീതി കാണിച്ചില്ല. മറിച്ച് ചിലപ്പോൾ അവിടുന്ന് തന്നെ അത്തരം കാര്യങ്ങളുടെ മഹത്വം സ്ഥാപിക്കാൻ വേണ്ടി ഈ പതാക ആരാണ് എടുക്കുക എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ചില യുദ്ധങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഈ പതാക ഞാൻ അതിൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്നവൻ്റെ കയ്യിലായിരിക്കും കൊടുക്കുക. സഹാബാക്കൾ ഈ പതാക കരസ്ഥമാക്കാൻ പരസ്പരം മത്സരബുദ്ധിയോടുകൂടി ശ്രമിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന വിവരണം തുടരുന്നതായിരിക്കും. ലോകത്തിലെ പൊതുവായ അവസ്ഥകൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ തുടരുക എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും സാഹചര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു അക്രമം അവസാനിപ്പിക്കുമാറാകട്ടെ, മർദ്ദിതരെ സംരക്ഷിക്കട്ടെ. യുദ്ധങ്ങളിലേക്ക് നീങ്ങുന്നതിനു പകരം സമാധാനപരവും സൗഹാർദ്ദപരവുമായ രീതിയിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ അള്ളാഹു സർക്കാരുകൾക്ക് ബുദ്ധി നൽകട്ടെ. അന്താരാഷ്ട്ര ഉടമ്പടികളെ മാനിക്കുന്നവരാകട്ടെ അവർ. എന്ന് നീതി ലഭിക്കാൻ പ്രയാസമാണെങ്കിലും അന്താരാഷ്ട്ര സംഘടനകൾക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇരു രാജ്യങ്ങളിലെയും അനുഭാവികളായ സുഹൃത്തുക്കൾക്കും ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തൗഫീക്ക് നൽകട്ടെ. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് എന്തായാലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ മന്ത്രിമാരുടെ പല പ്രസ്താവനകളും വരുന്നുണ്ട്. കശ്മീരിൽ നടന്ന ഭീകരാക്രമണവുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. പോരടിക്കുന്നതിന് പകരം നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ UN ഏജൻസികൾ പോയി അന്വേഷിക്കുകയാണ് വേണ്ടത് എന്നവർ പറയാറുണ്ട്. ഇന്ത്യൻ ഗവൺമെൻറ്റും ഇതിനോട് ക്രിയാത്മകമായ സമീപനം കാണിക്കണം. ഇരുവർക്കും അള്ളാഹു ബുദ്ധി നൽകുമാറാകട്ടെ. യുദ്ധമുണ്ടായാൽ ഇരുവർക്കും നഷ്ടം സംഭവിക്കും. പിന്നീട് സൈനികർ മാത്രമല്ല, സാധാരണക്കാരും നിരപരാധികളും വെറുതെ കൊല്ലപ്പെടുകയാണ് ചെയ്യുക. ഇന്നത്തെ യുദ്ധങ്ങളിൽ നമ്മളിത് കാണുന്നുണ്ട്. ഇതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ലോകത്തിലെ എല്ലാ മർദ്ദിതർക്കും വേണ്ടി ദുആ ചെയ്യുക. പ്രത്യക്ഷത്തിൽ ലോകം നാശത്തിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്. അള്ളാഹു തന്നെ ഈ ലോകത്തെ രക്ഷിക്കുമാറാകട്ടെ. അവർ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിലൂടെയാണ് അത് സംഭവിക്കുക. അള്ളാഹു അവർക്ക് തൗഫീക്ക് നൽകട്ടെ. ഞങ്ങൾക്കും പ്രാർത്ഥിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇനി ഞാൻ ജുമാക്ക് ശേഷം ഒരു ഷഹീദിൻ്റെ മയ്യത്ത് നമസ്കാരം നിർവഹിക്കുന്നതാണ്. മുഹമ്മദ് ആസിഫ് സാഹിബ് ബിൻ റഫീഖ് അഹമ്മദ് സാഹിബ്. അദ്ദേഹം കസൂർ ജില്ലയിലെ ബല്ലേർ സ്വദേശിയാണ്. അഹമ്മദത്തിൻ്റെ ശത്രുക്കൾ ഏപ്രിൽ 24 അദ്ദേഹത്തെ വെടിവെച്ച് ഷഹീദാക്കി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഷഹാദത്ത് വരിക്കുമ്പോൾ മർഹൂമിന് 19 വയസ്സായിരുന്നു. ചെറുപ്പക്കാരനായിരുന്നു. വിശദാംശങ്ങളനുസരിച്ച് സംഭവം നടന്ന ദിവസം രാത്രി ഏകദേശം 10:45 മുഹമ്മദ് ആസിഫ് സാഹിബും അദ്ദേഹത്തിൻ്റെ ഒരു അഹമ്മദി അയൽക്കാരനായ ഇസ്നാൻ അഹമ്മദ് സാഹിബും ഒരു മോട്ടോർ സൈക്കിളിൽ ഗ്രാമത്തിന് പുറത്തുള്ള ഒരു കടയിൽ നിന്ന് വീട്ടാവശ്യങ്ങൾക്കുള്ള ചില സാധനങ്ങൾ വാങ്ങാൻ പോവുകയായിരുന്നു. ഗ്രാമത്തിലെ കടയുടമകൾ ബഹിഷ്കരിച്ചിരുന്നതിനാൽ സാധനങ്ങൾ വാങ്ങാൻ പുറത്തു പോകേണ്ടിയിരുന്നു. വീട്ടിൽ നിന്ന് ഏകദേശം 100 മീറ്റർ അകലെ വഴിയിൽ ശത്രുക്കൾ മുൻകൂട്ടി കാത്തിരിക്കുകയായിരുന്നു. അവർ ഇരുവരെയും വെടിവെച്ചു. മുഹമ്മദ് ആസിഫ് സാഹിബിൻ്റെ വലതു തോളിൽ നിന്നും നടുഭാഗത്തേക്ക് വെടിയേറ്റു. അത് തുളഞ്ഞുപോയി. മറ്റേ ഖാദിമിന് ഇസ്നാൻ അഹമ്മദ് സാഹിബിന് ഇടതുകാലിലാണ് വെടിയേറ്റത്. ആക്രമണത്തിന് ശേഷവും അക്രമികൾ ഭീതി പരത്താൻ വെടിവെപ്പ് തുടർന്നുകൊണ്ടേയിരുന്നു. നമ്മുടെ ഈ 2 ഖാദിമിങ്ങൾക്കും പരിക്കേറ്റെങ്കിലും ധൈര്യം സംഭരിച്ചുകൊണ്ട് അവിടെ നിന്ന് മോട്ടോർ സൈക്കിളിൽ തന്നെ രക്ഷപ്പെടുകയും കുറച്ച് ദൂരെ പോയി വീഴുകയും ചെയ്തു. അവർ സ്വന്തം മോട്ടോർ സൈക്കിൾ ഓടിച്ചു കൊണ്ടിരുന്നു. പോലീസ് സ്ഥലത്തെത്താൻ വൈകി. ഈ സമയം അക്രമികളുടെ വെടിവെപ്പ് തുടർന്നുകൊണ്ടിരുന്നു. അതിനാൽ അവരെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. പോലീസ് എത്തിയപ്പോൾ ആസിഫ് സാഹിബിനെ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും അപ്പോഴേക്കും രക്തം ധാരാളം വാർന്നുപോയതിനാൽ മുഹമ്മദ് ആസിഫ് സാഹിബ് ആശുപത്രിയിലെത്തിയ ഉടൻ തന്നെ ഷഹീദായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സംഭവവുമായി ബന്ധപ്പെട്ട കേസ് കസൂർ ജില്ലയിലെ ഫൂൽ നഗർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം
സാഹചര്യങ്ങൾ ഇങ്ങനെ തന്നെ തുടരുകയാണ്. അവർ ഒന്നും ചെയ്യുന്നില്ല. ഇനി നോക്കാം ഇനി അവർ എന്ത് ചെയ്യുമെന്ന്. 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാലിൽ വെടിയേറ്റ ഇസ്നാൻ അഹമ്മദ് സാഹിബ് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷമായി കസൂർ ജില്ലയിലെ ബലേറിൽ ശക്തമായ എതിർപ്പിൻ്റെ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. പലതവണ ജമാഅത്തിലെ അംഗങ്ങൾക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളോടെ കേസുകൾ ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പലതവണ അഹമ്മദി സുഹൃത്തുക്കൾ ആക്രമിക്കപ്പെട്ടു. അഹമ്മദിയ ഖബർസ്ഥാനിലെ അഹമ്മദി മരിച്ചവരുടെ ഖബറുകളിൽ നിന്ന് കലിമ തൊയ്യബയും മറ്റായത്തുകളും മായ്ച്ചു കളഞ്ഞു. ഗ്രാമത്തിൽ സമ്പൂർണ്ണ ബഹിഷ്കരണത്തിൻ്റെ അവസ്ഥയാണ്. കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. കൂടാതെ ഗ്രാമത്തിലെ പൊതുവായ വാട്ടർ ഫിൽട്രേഷൻ പ്ലാന്റിൽ നിന്ന് വെള്ളം എടുക്കാൻ അനുവാദമില്ല. കുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ശല്യപ്പെടുത്തുന്നു. ഇതാണ് അവിടുത്തെ അവസ്ഥ. ഷഹീദ് മർഹൂമിൻ്റെ കുടുംബത്തിൽ അഹമ്മദ് പ്രചരിച്ചത് അദ്ദേഹത്തിൻ്റെ പിതാമഹനായ മുഹമ്മദ് ദീൻ സാഹിബ് മുഖേനയാണ്. അദ്ദേഹം 1934 2ാം ഖിലാഫത്തിൻ്റെ അനുഗ്രഹീതമായ കാലഘട്ടത്തിൽ കാദിയാനിൽ പോയി ജൽസാസാലിൻ്റെ അവസരത്തിൽ ബയ്യത്ത് ചെയ്യുകയായിരുന്നു. ഷഹീദ് മർഹൂമിൻ്റെ ഉപ്പാപ്പയുടെ പേര് മുഹമ്മദ് യാക്കൂബ് സാഹിബ് എന്നായിരുന്നു. ഷഹീദ് മർഹൂം തൻ്റെ മാതാപിതാക്കളുടെ ഏകമകനായിരുന്നു. മിതഭാഷിയും വലിയ ധൈര്യശാലിയുമായിരുന്നു. എല്ലാവരുമായി സ്നേഹവും സഹാനുഭൂതിയും പുലർത്തി. 5 നേര നമസ്കാരങ്ങളിൽ സ്ഥിരതയുള്ളവനായിരുന്നു. ജമാഅത്ത് സേവനങ്ങളിൽ മുന്നിട്ടു നിന്നു. ജമാഅത്ത് സംവിധാനത്തിന് കീഴിൽ നടന്ന കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വളരെ താല്പര്യമുണ്ടായിരുന്നു. അടുത്തിടെ ജില്ലയിൽ നടന്ന മത്സരത്തിൽ അദ്ദേഹം 1ാം സ്ഥാനം നേടിയിരുന്നു. ഹൃദ്രോഗിയായ തൻ്റെ മാതാവിനെ ഷഹീദ് മർഹൂം പൂർണ്ണമായി പരിപാലിച്ചിരുന്നു. മാതാവ് പറയുന്നു, മർഹൂം വളരെ അനുസരണയുള്ള കുട്ടിയായിരുന്നു. ഒരിക്കലും എന്നെ അനുസരിക്കാതിരുന്നിട്ടില്ല. ബന്ധുക്കളോടും അടുത്തവരോടും സഹാനുഭൂതിയും സ്നേഹവും ഉള്ളവനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരി സായിദ റഫീഖ് പറയുന്നു, എൻ്റെ സഹോദരൻ എല്ലാവരെയും ശ്രദ്ധിച്ചിരുന്നു. വളരെ സ്നേഹമുള്ളവനും ദയുള്ളവനുമായിരുന്നു എൻ്റെ സഹോദരൻ. അദ്ദേഹവും ഷഹാദത്ത് ആഗ്രഹിച്ചിരുന്നു. അത് അള്ളാഹു പൂർത്തീകരിച്ചു. ഷഹാദത്തിന് 3 ദിവസം മുമ്പ് തൻ്റെ സഹോദരൻ വെടിയേറ്റതായി അവർ സ്വപ്നം കണ്ടു. അടുത്ത ദിവസം ഫോൺ വിളിച്ച് സുഖവിവരം അന്വേഷിച്ചു. ഷഹാദത്തിൻ്റെ ദിവസവും സുഖവിവരം അന്വേഷിച്ചു. എന്നാൽ താൻ തിരക്കിലാണെന്ന് പറയുകയും സംഭാഷണം ചുരുക്കുകയും ചെയ്തു. പിന്നീട് സഹോദരി പറയുന്നു, രാത്രി സംസാരിക്കാമെന്ന് സഹോദരൻ പറഞ്ഞിരുന്നു. പക്ഷേ പൂർണ്ണമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല. അതേ ദിവസം തന്നെ അദ്ദേഹം ഷഹീദായി അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഹാജരായി. സഹോദരി പറയുന്നു, സഹോദരനെക്കുറിച്ചുള്ള സ്വപ്നം കാരണം ഞാൻ വളരെ വിഷമിച്ചിരുന്നു. ദുആക്ക് വേണ്ടി ഞാൻ കത്തെഴുതുകയായിരുന്നു. പറയുന്നു, അങ്ങേക്ക് കത്തെഴുതുകയായിരുന്നു. വെടിയേറ്റു എന്ന് ഞാൻ സ്വപ്നം കണ്ടു എന്ന് എഴുതിയപ്പോഴേക്കും അവർ പറയുന്നു, സഹോദരന് ഷഹാദത്ത് ലഭിച്ചു എന്ന വിവരം ലഭിക്കുകയുണ്ടായി. ഷഹാദത്ത് വരിക്കുമ്പോൾ മർഹൂം ഖുദ്ദാമുൽ അഹമ്മദിയ കസൂർ ജില്ലയുടെ മജ്ലിസ് അമലിൽ അംഗമായിരുന്നു. നാസിം തെഹ്രീക്ക് ജദീദായിരുന്നു. പ്രാദേശിക ജമാഅത്തിൽ നായിബ് ഖായിദ് ഖുദ്ദാമുൽ അഹമ്മദിയായും നാസിം അത്വാലായും സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചിരുന്നു. മാതാപിതാക്കളെ കൂടാതെ 2 സഹോദരിമാരും ഉണ്ട്. ബല്ലേർ ജമാഅത്തിൻ്റെ പ്രസിഡന്റ് നിസാർ അഹമ്മദ് സാഹിബ് പറയുന്നു, ഷഹീദ് മർഹൂം ഉന്നത ഗുണങ്ങളുള്ള നല്ല സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. വിനീതൻ അദ്ദേഹത്തെ നല്ല സ്വഭാവമുള്ളവനും ശാന്തനും ഖിലാഫത്തിനോട് സ്നേഹവും അനുസരണവുമുള്ള ഒരു ജമാഅത്ത് പ്രവർത്തകനായിട്ടാണ് കണ്ടിട്ടുള്ളത്. നമസ്കാരങ്ങളിലും ചന്തകളിലും സ്ഥിരതയുള്ളവനായിരുന്നു. വക്കാറയാമൽ, ഖിദ്മത്തെ ഖൽക്ക്, ഹിഫാസത്തെ ഡ്യൂട്ടി എന്നിങ്ങനെ എല്ലാ മേഖലകളിലും മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചു. ജമാഅത്ത് കാര്യങ്ങളിൽ ഉത്സാഹത്തോടെ പങ്കെടുത്തിരുന്നു. മാതാപിതാക്കളെ സേവിക്കുന്നവനും അവരെല്ലാ തരത്തിലും പരിപാലിക്കുന്നവനുമായിരുന്നു അദ്ദേഹം. മുഅല്ലിമായ താരിഖ് സാഹിബ് പറയുന്നു, ഷഹീദ് മർഹൂം ഉന്നതമായ ഗുണങ്ങളുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ടെലിവിഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ജുമാ ഖുതുബ അദ്ദേഹം കൃത്യമായി തൻ്റെ ഫോണിൽ കേൾക്കുമായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ മിഷൻ ഹൗസിൽ വന്ന് കേൾക്കുമായിരുന്നു. ഏതെങ്കിലും ജമാഅത്ത് കാര്യങ്ങൾക്ക് വിളിച്ചാൽ ഉടൻ തന്നെ ഹാജരാകുമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. എല്ലാ ജോലികളും വലിയ ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ജമാഅത്തിലെ അതിഥികളെ വളരെ താല്പര്യത്തോടെ സേവിച്ചിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ.
ബന്ധുക്കൾക്ക് ക്ഷമയും ധൈര്യവും നൽകുമാറാകട്ടെ. പാകിസ്ഥാനിൽ ഭീകരവാദം ചെയ്യുന്നവരുടെയും ജമാഅത്തിനെ എതിർക്കുന്നവരുടെയും ധൈര്യം വർദ്ധിച്ചു വരികയാണ്. അള്ളാഹു എത്രയും പെട്ടെന്ന് അവരെ പിടികൂടാനുള്ള വഴികൾ ഒരുക്കുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.